സമദൂര നിലപാടാണെന്ന് NSS പറയുന്നു. ശബരിമല വിഷയത്തിൽ മാത്രമാണ് ശരിദൂരം, അതിൽ രാഷ്ട്രീയം കൂട്ടിക്കുഴക്കേണ്ടെന്നും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞു. അതേസമയം മന്നത്തിന്റെ പേര് പോലും പ്രമുഖ രാഷ്ട്രീയക്കാർക്ക് പറയാനറിയില്ലെന്നും ഇതിനാലാണ് മന്നം ജയന്തി സമ്മേളനത്തിൽ രാഷ്ട്രീയ നേതാക്കളെ ക്ഷണിക്കാതിരുന്നതെന്നും സുകുമാരൻ നായർ വിമർശിച്ചു. എല്ലാ പ്രാവശ്യവും ഇഷ്ടാതിഥികളായി വിളിക്കുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരും. നമ്മൾ രാഷ്ട്രീയം ഉപേക്ഷിച്ചതോടുകൂടി നമുക്ക് എല്ലാ സമുദായത്തിൽപ്പെട്ടവരോടും മതത്തിൽപ്പെട്ടവരോടും ഒരേ സമീപനമുള്ളവരും രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധികളെ വിളിച്ചു വരുത്തി ഒക്കെ സംസാരിക്കാൻ പോയാൽ അവർക്കൊക്കെ വിളിച്ചാൽ കൊള്ളാം, ഞങ്ങൾക്കും അങ്ങനെ ഉണ്ട്. പക്ഷെ അവർ വന്നേച്ച് നമ്മളോട് പറയുന്നത് മന്നം എന്നുള്ളതിന് പകരം മന്നം എന്നാണ്. അതാണ് ആ വ്യത്യാസം. ശരിദൂരം ശബരിമല വിഷയത്തിൽ മാത്രമേ ഉള്ളൂ. അതിനെ രാഷ്ട്രീയമായിട്ട് കുഴക്കേണ്ട കാര്യം, ആ കാര്യത്തിൽ നമ്മളൊരു ശരിദൂരം ഉണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും സമദൂരം തന്നെയാണ്. അഖിൽ കെ നൽകും വിശദാംശങ്ങൾ. അഖിൽ, അങ്ങനെ NSSന്റെ നിലപാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമദൂരം, ശബരിമല വിഷയത്തിൽ ശരിദൂരം, അത് വീണ്ടും സുകുമാരൻ നായർ ആവർത്തിക്കുമ്പോൾ വേദിയിൽ തന്നെ രാഷ്ട്രീയ നേതാക്കളെ ഇരുത്തിയായിരുന്നോ ഈ പ്രസ്താവനകൾ? റോഷ്നി, ഇതിൽ അതായത് ആദ്യത്തേത് ഈ സമദൂരം എന്നുള്ള ആ പ്രസ്താവന അത് നടത്തിയത് നമ്മൾ ഒരു പ്രതികരണം തേടിയ സമയത്തായിരുന്നു. യുദ്ധത്തിൽ മന്നം സമാധിക്ക് മുൻപിൽ വെച്ചായിരുന്നു ഒരു പ്രതികരണം നടത്തിയത്. അതിൽ കൃത്യമായി തന്നെ അതായത് രാഷ്ട്രീയ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ NSSന്റെ രാഷ്ട്രീയ നിലപാട് അത് സമദൂരമാണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ ഒരു ശരിദൂരം ഉണ്ടായിരുന്നു, അത് ഈ പറയുന്ന ശബരിമല വിഷയത്തിൽ മാത്രമായിരുന്നു. ആ നിലപാട് ശരിയാണ് എന്നും അതിനൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യും. പക്ഷേ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അതിൽ സമദൂരം മാത്രമാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് NSSന് രാഷ്ട്രീയമില്ല, പക്ഷേ NSSൽ അംഗങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്, അതുകൊണ്ട് രാഷ്ട്രീയത്തോട് NSSന് വെറുപ്പുമില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലപാട് നേരത്തെ, അതായത് ഇന്നലെ താൻ പറഞ്ഞു തന്നെയാണ്, അതിൽ ഉറച്ചു നിൽക്കുന്നു, അതിൽ മറ്റു മാറ്റങ്ങളിൽ അത് വളരെ വ്യക്തമായി തന്നെ ഇന്നലെ പറഞ്ഞു. അതുകൊണ്ട് അതിൽ കൂടുതൽ പ്രതികരിക്കാനില്ല എന്നൊരു നിലപാടാണ് സുകുമാരൻ നായർ ഇന്ന് സ്വീകരിച്ചത്. അതിനുശേഷം ഈ രാഷ്ട്രീയ നേതാക്കളെ സദസ്സിൽ എത്തിക്കൊണ്ടുള്ള വിമർശനമായിരുന്നു ഈ ഇത്തരത്തിൽ ആ ഒരു സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹം നടത്തിയത്. ഈ സമ്മേളനത്തിന്റെ സ്വാഗത പ്രസംഗത്തിലായിരുന്നു അത്തരമൊരു വിമർശനം നടത്തിയത്. അതിൽ പ്രധാനമായും പറഞ്ഞത് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ വേദികളിലേക്ക്, അതായത് ഉദ്ഘാടനത്തിനായും ഒക്കെ നേതാക്കളെ ക്ഷണിച്ചിരുന്നു, രാഷ്ട്രീയ നേതാക്കളെയും ഈ സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളെയും ഒക്കെ ക്ഷണിച്ചിരുന്നു. പക്ഷേ ഇത്തവണ അത്തരത്തിലൊരാളെ അല്ല ക്ഷണിച്ചിരിക്കുന്ന. ഈ സിറിയക് തോമസിനെ ക്ഷണിച്ചതിന് പിന്നിൽ ഒരു കാരണമുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് ഈ പദവിയും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരെയും ഒക്കെ നോക്കി വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് മന്നത്തിന്റെ പേര് പോലും കൃത്യമായി പറയാൻ അറിയില്ല, അല്ലെങ്കിൽ ഉച്ചരിക്കാൻ അറിയില്ല എന്നൊരു വിമർശനം രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ജോർജ് കുര്യനും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ വേദിയിലിരുത്തിക്കൊണ്ടാണ് അത്തരം വിമർശനം സുകുമാരൻ നായർ നടത്തിയത്. അതായത് മന്നം എന്ന പേരിന് പകരം നേതാക്കൾ മന്നം എന്നാണ് പറയുന്നത്. അത് അത്തരത്തിൽ, അതായത് ഇങ്ങനെയുള്ള രാഷ്ട്രീയമൊക്കെ നോക്കി വിളിച്ചാൽ ഇതാണ് ഉണ്ടാവുക എന്നൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ആ ഒരു വിമർശനം നടത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സദസ്സിൽ പ്രധാനപ്പെട്ട കോൺഗ്രസിലെയും CP ഇടതുപക്ഷത്തെയും BJPയിലും ഒക്കെ പ്രമുഖരായ നേതാക്കൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവരെ ഇരുത്തിക്കൊണ്ടാണ് ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് ഈ ഉച്ചാരണത്തിൽ, പേരിന്റെ ഉച്ചാരണത്തിൽ പോലും അതിലൊരു കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട്. അതായത് രാഷ്ട്രീയക്കാർക്ക് ഇത് കേവലം രാഷ്ട്രീയം മാത്രമാണ്. മന്നത്തെ ആചാരനെ കുറിച്ച് അല്ലെങ്കിൽ മന്നത്തെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ നല്ല ഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്ന ആളുകളെയാണ് വിളിക്കേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. സ്വാഭാവികമായും അപ്പോൾ മറ്റുള്ളവരുടെ ഭാഷയെക്കുറിച്ച് കൂടി ഒരു സംശയം ജനിപ്പിക്കുന്ന ഒരു പ്രതികരണമാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. വളരെ നല്ല രീതിയിൽ നല്ല ഭാഷയിൽ സംസാരിക്കുന്ന ആളുകളെ വേണം വിളിക്കാനെന്നുള്ളതാണ്. എന്തായാലും ആ വിമർശനം നേതാക്കളെ ഇരുത്തി പറയുമ്പോഴും തെരഞ്ഞെടുപ്പിലേക്ക് കൃത്യമായ രാഷ്ട്രീയം അല്ലെങ്കിൽ NSS എന്ത് നിലപാട് സ്വീകരിക്കും? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് G. സുകുമാരൻ നായർ പ്രത്യക്ഷപ്പെടുന്നതും സർക്കാർ അനുകൂല സ്വർണ്ണക്കൊള്ള വിഷയത്തിലായാലും ശബരിമല വിഷയത്തിലായാലും സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുന്നു. പക്ഷേ അത് തെരഞ്ഞെടുപ്പിലേക്കോ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കോ ഇല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ NSS വർഷങ്ങളായി തുടർന്നു പോരുന്ന സമദൂരം എന്ന നിലപാട് തന്നെയായിരിക്കും എന്നാണ് G. സുകുമാരൻ നായർ പറഞ്ഞു വെക്കുന്നത്. റോഷ്നി, ശരി, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ NSSന്റെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു G. സുകുമാരൻ നായർ. ഒപ്പം രാഷ്ട്രീയ നേതാക്കളെ വേദിയിൽ ഇരുത്തി തന്നെ വിമർശനവും ഉന്നയിക്കുകയായിരുന്നു അദ്ദേഹം.